ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ച് ആമേൻ ഒരിക്കൽ കൂടെ അതോടൊപ്പം കടന്നു വരുവാൻ സ്വർഗീയ പിതാവ് ഒരുക്കിയ നല്ല അവസരങ്ങൾക്കായി ദൈവത്തെ സ്തുതിക്കുകയാണ്. ലൂക്കോസ് സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 5-ാമത്തെ വാക്യം. അതിന് ശീമോൻ, നാഥ, രാത്രി മുഴുവൻ അധ്വാനിച്ചിട്ടും ഒന്നും കിട്ടിയില്ല, എങ്കിലും എൻ്റെ വാക്കിന് ഞാൻ വലയിറക്കാം എന്ന് പറഞ്ഞു. വളരെ സുപരിചിതമായൊരു സംഭവമാണ്. പത്രോസിനെ കർത്താവ് തിരഞ്ഞെടുക്കുന്നതായ വിളിക്കുന്നതായ ഒരു ഭാഗമാണ്. ഇവിടെ ഞാൻ എനിക്ക് ആവശ്യപ്പെടുന്നത് കർത്താവിൻ്റെ വാക്ക് അനുസരിച്ചാൽ ആമൻ വിടുതലുണ്ട്. ഈ നല്ല പകലിൽ സ്വതന്ത്രം പത്രോസ് അപ്പോസ്തലൻ, നമുക്കറിയാം പത്രോസ് കഴിഞ്ഞ രാത്രി മുഴുവനും അധ്വാനിച്ച് ഒന്നും കിട്ടിയില്ല. അതൊക്കെ നമുക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ്. ഒന്നും കിട്ടിയില്ല. പക്ഷെ പ്രഭാതത്തിൽ കർത്താവ് എത്തുക, വല കെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ യേശുവോട് വരിക. വന്നപ്പോൾ യേശു പടയിൽ പറഞ്ഞ് അല്പം നീക്കാൻ പറഞ്ഞു. നീക്കി അത് ഇന്ന് പ്രസംഗിച്ചിട്ടാണ് പറഞ്ഞത്, സ്വതന്ത്രം വല വീശാൻ, ആഴത്തിലേക്കൊന്ന് വല വീശാൻ. ഇങ്ങനെ ഈ പകലിൽ ഇങ്ങനെ ആമേൻ ദൂത് പറഞ്ഞു വിടാം. ആമേൻ എവിടെയൊക്കെയോ തോറ്റുപോയിടത്ത്, എവിടെയൊക്കെയോ ആമേൻ സ്വതന്ത്രം തോൽവി സംഭവിച്ചിടത്ത് പരിശുദ്ധാത്മാവ് ഈ പകൽക്കാലം പറയുന്നു, ഒരു ജയം നമുക്കുണ്ട്. ജയിപ്പിക്കാൻ നമ്മുടെ കർത്താവ് നമ്മുടെ അരികിൽ വന്നിട്ടുണ്ട്. വിശ്വസിക്കുന്നവർ ഈ ദൂത് കേൾക്കുമ്പോൾ ആമേൻ പറഞ്ഞേ. ആമേൻ എവിടെയൊക്കെയോ തോൽവി സംഭവിച്ചു നിന്റെ വിദ്യാഭ്യാസ ജീവിതത്തിൽ, ആമേൻ നിന്റെ ആമകളിൽ ജോലി മേഖലയിൽ തോൽവി സംഭവിച്ചത്, വളരെ ആശയോട് വീട് പണി ആരംഭിച്ചിട്ട് പൂർത്തീകരിക്കാൻ കഴിയാതെ എവിടെയൊക്കെയോ തോറ്റു കിടക്കുന്നിടത്ത്, ഒത്തിരി ട്രൈ ചെയ്തിട്ടും നടക്കാത്ത ചില കാര്യങ്ങൾക്ക് പരിശുദ്ധാത്മാവ് ഈ പകൽക്കാലം ഇങ്ങനെ ദൂത് പറയുന്നു, അതിന്മേൽ ഞാൻ എൻ്റെ മറുപടി അയച്ച് മാനിപ്പാൻ ശക്തനാണ്. ശൂന്യതയുടെ വലയുമായിട്ട് വീട്ടിൽ പോകാൻ ദൈവം സമ്മതിക്കത്തില്ല. ശൂന്യതയുടെ പടകുമായി നീ തിരിഞ്ഞു പോകാൻ ദൈവം സമ്മതിക്കത്തില്ല. വിശ്വസിക്ക്. ഈ പകൽക്കാലം പരിശുദ്ധാത്മാവ് പറയുന്നു, ആമേൻ നമ്മളാൽ കഴിയുന്നത് എന്തൊക്കെയോ ചെയ്തു, നമ്മളെ കൊണ്ട് പറ്റുന്നവർ എന്തൊക്കെ ചെയ്തു. പഠിക്കാൻ പറ്റി, ആമേൻ കർത്താക്കൃപ ഒന്നും പഠിപ്പാൻ പറ്റി, പക്ഷെ ഒരു നല്ല ജോലി കിട്ടുന്നില്ല. ആമേൻ വളരെ പ്രാർത്ഥിച്ച് വളരെ ആഗ്രഹിച്ച് ഒരു കുടുംബജീവിതത്തിലേക്ക് കയറി, വേണ്ടവണ്ണമുള്ളൊരു നല്ല ജീവിതം ലഭിക്കുന്നില്ല. എവിടെയൊക്കെയോ തോൽവി പെട്ടുപോയ, തോൽവി സംഭവിച്ചു പോയ, നിരാശയോടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ആത്മാവ് പകൽക്കാലം ദൂത് പറയുന്നു, ആമേൻ നിന്റെ ജീവിതത്തിൽ ഒരു നിറവിന്റെ അനുഭവം, ആ തോൽവി മാറി ഒരു വിജയത്തിന്റെ അനുഭവം എൻ്റെ കർത്താവ് തരാൻ ആഗ്രഹിക്കുക. വിശ്വസിക്കുന്നവർ മാത്രം ആമേൻ പറഞ്ഞിട്ട് ഈ ദൂത് ഏറ്റെടുത്തോളും. പ്രൈസ് ദി ലോർഡ്. ആമേൻ. പത്രോസ് ഒന്നും ശ്രദ്ധിച്ചില്ല, യേശുവിനെ വിളിച്ചില്ല. പക്ഷെ യേശു അങ്ങോട്ട് ചെന്ന് പടകിനകത്ത് കയറുകയാണ്. എന്നൊന്ന് പകൽ പറയാം, യേശുവിന് ആരെയൊക്കെ ആവശ്യമുണ്ട്, കർത്താവിന് ആരെയൊക്കെ ആവശ്യമുണ്ട്. മക്കളെ പഠിപ്പിക്കാൻ നിവർത്തിയില്ല, ആമേൻ എവിടെയൊക്കെയോ ലോണിന് വേണ്ടിയൊക്കെ ഒത്തിരി നോക്കിയിട്ട് കിട്ടിയില്ലല്ലോ. അത് പറയുകയാണ്, സോദരലിയ ആമേൻ നിന്റെ പടക് ഞാൻ നിറയ്ക്കാൻ പറ്റുക. സ്വതന്ത്രം വിശ്വസിച്ച് കർത്താവിന്റെ വാക്ക് അനുസരിക്കാൻ തയ്യാറായാൽ, ദൈവത്തിന്റെ വാക്കിന് വില കൊടുക്കാൻ തയ്യാറായി, പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മുടെ പടകിനകത്ത് വന്നു കയറും. കർത്താവ് വന്നു കയറിയാൽ ഉറപ്പാ ചില സങ്കടങ്ങൾ മാറി തോൽവികൾ വിജയമായി മാറും. എവിടെയാണ് തോറ്റത്, ശ്രദ്ധിച്ചേ, എവിടെയാണ് വീശിയത് അവിടെ തന്നെ ദൈവം ചെറുത് ഒരുക്കുകയാണ്. എവിടെയാ തോറ്റു, ശുശ്രൂഷകന്മാരോട് പറയട്ടെ, എവിടെയാ തോറ്റുപോയത് അവിടെ തന്നെ ജയിപ്പിക്കാൻ ദൈവശക്തനായ ദൈവമാണ്. മക്കളെ, പഠിക്കുന്ന കുഞ്ഞുങ്ങളെ നിങ്ങളെ കൊണ്ടാകുന്ന പോലെ നിങ്ങൾ പഠിച്ചു കാണുക, പക്ഷെ വേണ്ടവണ്ണം റിസൾട്ട് കിട്ടാൻ സാധിച്ചില്ലയോ, അന്ന് പറയാണ് ഒരു ജയം അവിടെ തന്നെ ദൈവം കൽപ്പിക്കാൻ ആഗ്രഹിക്കുക. കുടുംബ ജീവിതത്തിനകത്തൊരു വലിയ ജയം ദൈവം കൽപ്പിക്കാൻ ആഗ്രഹിക്കുക. വിശ്വസിക്കുന്നവർ ഇന്ന് പകൽക്കാലം ഒന്ന് ഏറ്റെടുത്ത് ആമേൻ പറഞ്ഞ് ദൈവത്തെ സ്തുതിക്കാൻ തയ്യാറായിക്കണം. സ്തോത്രം. ആരെയൊക്കെയോ വിശ്വസിച്ചില്ലേ, ആരെയൊക്കെയോ സ്തോത്രം അവരുണ്ട് ഇവിടുന്ന് ചിന്തിച്ച് മുൻപോട്ട് പോയില്ലേ, പക്ഷേ അവിടെയൊക്കെ തോൽവി സംഭവിച്ച് ചില പ്രിയപ്പെട്ടവർ വചനം കേൾക്കുന്നുണ്ട്. അവരോട് പറയുകയാണ്, ഹല്ലേലൂയ, ഭാരപ്പെടേണ്ട, കർത്താവ് അരികിലുണ്ട്, കർത്താവ് പടകിനകത്തുണ്ട്. കർത്താവ് പറയുന്നു, തോറ്റെടുത്ത്, നിന്ദിച്ചെടുത്ത്, പരിഹസിച്ചെടുത്ത് ആരൊക്കെയോ മാറ്റി നിർത്തിയിടത്ത് തന്നെ ചില പ്രവൃത്തി വെളിപ്പെടുത്തും. വിശ്വസിക്കുന്ന ആമേൻ പറഞ്ഞതാണ് കേട്ടോ. ഹല്ലേലൂയ. എവിടെയാണ് തോൽവി വന്നപ്പോൾ നീ പരിഹസിച്ചത്, എവിടെയാണ് നിനക്ക് വലിയ വീശാൻ അറിയാം, ഇതൊന്നും കിട്ടിയില്ലയോ, ഒന്നും ലഭിച്ചില്ലയോ എന്നൊക്കെ ചോദിച്ചതിന് പരിഹാസ ചൊവ്വയുള്ള വാക്കുകൾ നമുക്ക് നേരെ വന്നപ്പോൾ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ചില നിമിഷങ്ങളൊന്നും ഉള്ളു പെടഞ്ഞൊന്ന് കരഞ്ഞില്ലേ? ചില നിമിഷങ്ങൾ ഉള്ളു പെടഞ്ഞ് ഒന്ന് സങ്കടപ്പെട്ടില്ലേ? പുറത്താരും കാണാതെ നിന്റെ കണ്ണുനീര് നീ ഒതുക്കിയില്ലേ? പുറത്താരും അറിയാതെ നിന്റെ സങ്കടം അകത്തൊതുക്കിയില്ലേ? എന്നിട്ട് എല്ലാവരെയും കാണിക്കാൻ ഒരു ചിരി ചിരിച്ചുകൊണ്ട്
കൊണ്ട് നടന്ന പ്രിയപ്പെട്ടവരോട് ഞാൻ ഇന്ന് പകൽക്കാലം പറയാം, വിശ്വസിക്ക്, പടകിനകത്ത് യേശു വന്നിട്ടുണ്ട്. ശൂന്യതയുടെ പടകുമായി വീട്ടിൽ പോകണ്ട, കർത്താവ് നിറയ്ക്കാൻ ശക്തനാണ്. ഏതൊക്കെ മേഖലയിലാണ് തോൽവി സംഭവിച്ചത് അവിടെയൊക്കെ ദൈവം നമ്പുരാൻ വിജയം തരാൻ ശക്തനായ ദൈവമാണ്. പരിശുദ്ധാത്മാവ് പറയുന്നു, ഞാൻ വിജയിപ്പിക്കുന്നവനായ ദൈവമാണ്, ഞാൻ പരിപാലിക്കുന്നവനായ ദൈവമാണ്. എൻ്റെ കൃപ ഞാൻ എൻ്റെ ജനത്തിന് മേൽ കൈമാറും. യേശു കർത്താവ് പറയാണ്, നീ വലയിറക്കാം. പത്രോസ് പറയുക, നിന്റെ വാക്കിന് ഞാൻ ഒത്തിരി നോക്കിയതാ, ഇന്ന് പകൽ ഒന്ന് സമർപ്പിക്കാൻ പറ്റുമോ? ഞാൻ ഒത്തിരി ശ്രമിച്ചതാ, ഞാൻ ഒത്തിരി പഠിച്ചതാ, ഞാൻ ഒത്തിരി ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്തതാ, ഒത്തിരി ഇന്റർവ്യൂ ഞാൻ അറ്റൻഡ് ചെയ്തതാ, ഒത്തിരി ഞാൻ കുടുംബത്തിൽ അനുഗ്രഹം നോക്കിയതാ. പക്ഷേ ഇന്നുപോലെ കർത്താവ് പറയുക, കർത്താവിന്റെ വാക്കിന് നീ ഒന്ന് കീഴ്പ്പെടാൻ തയ്യാറാകാമോ? എനിക്കിന്ന് പകൽക്കാലം എൻ്റെ പ്രിയപ്പെട്ട പറയുന്നേ ഉള്ളൂ, നമ്മൾ നോക്കി തോറ്റുപോയിടത്ത് യേശുവിനെ അനുസരിക്കാൻ തയ്യാറാകാമോ? അനുസരിച്ചാൽ ആ ശൂന്യതയെ ദൈവം മാറ്റാൻ പോവാ. എനിക്കിന്ന് പകൽക്കാലം വലിയ സന്തോഷമുണ്ട് ഈ ദൂത് പറയാൻ. നമ്മുടെ ജീവിതത്തിൽ സ്വർഗ്ഗപിതാവ് പറയുന്നു, എന്നെ അനുസരിക്കാൻ തയ്യാറായാൽ ശൂന്യതയെ മാറ്റാൻ ദൈവം ശക്തനായ ദൈവമാണ്. നമുക്കല്ലെങ്കിൽ ഏതൊക്കെ മേഖലയിൽ ശൂന്യത വന്നാലും അവിടെയൊക്കെ ദൈവത്തിന്റെ വിജയമുണ്ട്. നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. അതിന്റെ വാക്കിന് വലയിറക്കിയപ്പോൾ പെരുത്ത മീൻകൂട്ടം, സ്തോത്രം, പെരുത്ത മീൻകൂട്ടം പടകിനകത്ത് വലയ്ക്കകത്ത് കയറി അടുത്തുള്ള പടകുകാരനോട് കൊടുക്കത്തക്കണം ദൈവം മാനിച്ചുവെങ്കിൽ എന്റെ കർത്താവ് പറയുന്നു, കർത്താവിന്റെ ജനത്തിനു വേണ്ടി സമർപ്പിക്കുന്നവർക്ക് വേണ്ടി, ഏൽപ്പിച്ചു കൊടുക്കുന്നവർക്ക് വേണ്ടി ദൈവം വൻകാര്യം ചെയ്യാൻ ശക്തനായ ദൈവം. ആകെ നമുക്ക് സമർപ്പിക്കാം. ഇന്ന് പകൽ ഈ വചനത്തോട് നമ്മെ വിടുവിക്കട്ടെ, നമ്മെ ശക്തീകരിക്കട്ടെ. ഒരുമിച്ച് പ്രാർത്ഥിച്ച് നമുക്ക് ജയമെടുത്ത് മുൻപോട്ട് യാത്ര ചെയ്യാം. കർത്താവ് ചില തോൽവികളെ ജയമാക്കി തരട്ടെ. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ പിതാവേ, നല്ല പകൽക്കാലം ജനത്തിന് പ്രാർത്ഥിക്കുക. ഇവിടെയൊക്കെ തോൽവി സംഭവിച്ച് നിരാശയോടെ സങ്കടത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരുടെ മേൽ ദൈവത്തിന്റെ കരമിറങ്ങണമേ, അത്ഭുത വിടുതലയും കൊടുക്കണമേ, വലിയൊരു ജയം കൊടുത്ത് മാനിക്കണം. ദൈവത്താൽ സംഭവിച്ചത് ദൈവം സഹായിക്കും. അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് സ്തോത്രം, അനുഗ്രഹിച്ചത് കൊണ്ട് സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയപ്പെട്ടവരെ ഓർക്കുക, തോൽവിയെ കണ്ട് ഇനി സങ്കടപ്പെടാനല്ല, വിജയമുണ്ട് കണ്ടു സന്തോഷിപ്പാൻ സ്വർഗ്ഗീയം എല്ലാവരെയും സഹായിക്കട്ടെ, എല്ലാവരെയും ബലപ്പെടുത്തട്ടെ. ഗോഡ് ബ്ലെസ് യു ആൾ. കർത്താവിന്റെ കൃപ കൂടെ ഇരിക്കട്ടെ.